റോമൻ കത്തോലിക്ക മതക്കാർ മറിയത്തിന് ദൈവത്തിൻ്റെ അമ്മ എന്ന സ്ഥാനമഹിമ കൊടുക്കുന്നതായി കാറ്റക്കിസം 963 971 നാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ KCBCയുടെ മതബോധന കമ്മീഷൻ പാസ്റ്ററൽ ഓറിയൻറ്റേഷൻ സെൻറ്റർ 9ാം സ്റ്റാൻഡേർഡിലെ ക്രിസ്തുവിൻ്റെ സഭ എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമുക്ക് വായിക്കാം. ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന സ്ത്രീ ആ കുഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ മാത്രം അമ്മയല്ല, ആത്മാവും ശരീരവുമുള്ള ഒരു മനുഷ്യ വ്യക്തിയുടെ അമ്മയാണ്. ഇതുപോലെ ദൈവവും മനുഷ്യനുമായ ക്രിസ്തു എന്ന പൂർണ്ണ വ്യക്തിയുടെ അമ്മയാണ് മറിയം. അതിനാൽ മറിയത്തെ നാം ദൈവമാതാവ് എന്ന് വിളിക്കുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്നുള്ള റോമൻ കത്തോലിക്ക മതക്കാർ ഏറ്റവും അധികം ഉരുവിടുന്ന പ്രാർത്ഥന ശ്രദ്ധിക്കുക. അപ്പോൾ AD 431 എഫെസോസിൽ വെച്ച് നടന്ന സുനഹദോസിൽ റോമാ മതക്കാർ മറിയത്തെ ദൈവമാതാവാക്കുകയും അങ്ങനെ സൃഷ്ടാവായ ദൈവത്തെ മനുഷ്യൻ്റെ സൃഷ്ടിയാക്കി മാറ്റുവാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. ഇതിനൊക്കെ ഒരു ചരിത്രമുണ്ട്. അപ്പോൾ ദൈവത്തിന് അമ്മയുണ്ട് എന്നവർ വിശ്വസിക്കുന്നു. അവരുടെ വാദം ഇപ്രകാരമാണ്: യേശു ദൈവമാണ്, മറിയം യേശുവിൻ്റെ അമ്മയാണ്, അതുകൊണ്ട് മറിയം ദൈവത്തിൻ്റെ അമ്മയാണ്, അതുകൊണ്ട് മറിയം ദൈവമാതാവാണ്. ഇത് തെറ്റായ ഒരു നിഗമനമാണ്. അപ്പോൾ ദൈവമാതാവ് എന്നത് വളരെ പൊള്ളയായ ഒരു അവകാശവാദമാണ്. ദൈവത്തിനു മീതെ തൻ്റെ സിംഹാസനം സ്ഥാപിക്കണം എന്നതായിരുന്നു സാത്താൻ്റെ ആദ്യ പദ്ധതി. അതിൽ പരാജയപ്പെട്ടുവെങ്കിലും സാത്താൻ അതേ പദ്ധതികളുമായി ഇന്നും മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഭാഗമായി ദൈവത്തിൻ്റെ മഹത്വം മറ്റു പലർക്കും കൊടുക്കാനും അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം ചോർത്തിയെടുക്കാനും സാത്താൻ ശ്രമിക്കുന്നു. മറിയത്തെ ദൈവമാതാവായി കരുതിയാൽ ആദാമിനെ ദൈവത്തിൻ്റെ വലിയ മുത്തച്ഛനായി കരുതേണ്ടി വരും. സ്വയം ദൈവത്തേക്കാൾ ഉയർത്താനുള്ള സാത്താൻ്റെ പദ്ധതിയുടെ ഭാഗമാണിതെന്ന് നാം മനസ്സിലാക്കണം. എലിസബത്ത് മറിയത്തെപ്പറ്റി എൻ്റെ കർത്താവിൻ്റെ മാതാവ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മറിയം ദൈവമാതാവാണ് എന്ന് പറയുന്നത് വെറും പൊള്ളയായ അവകാശവാദമാണ്. ഇത് ഒരു കലാകാരൻ ഭൂമിയുടെ പടം വരച്ചിട്ട് താനാണ് ഭൂമിയുടെ സൃഷ്ടാവ് എന്നും ഭൂമി തൻ്റെ സ്വന്തമാണ് എന്നും പറയുന്നത് പോലെയാണ്. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി താനില്ലെങ്കിൽ രാജ്യമില്ല എന്നും തൻ്റെ സ്ഥാനത്തിന് മറ്റാർക്കും യോഗ്യതയില്ല എന്നും വീമ്പടിക്കുന്നത് പോലെയാണ്. അയാൾ ജനിക്കുന്നതിന് മുമ്പേ രാജ്യമുണ്ടായിരുന്നു. അയാളില്ലെങ്കിൽ ആ സ്ഥാനത്തിന് മറ്റു പലരും അർഹരാകുമായിരുന്നു. അതൊക്കെയാണ് സത്യം. അപ്പോൾ യഥാർത്ഥ മറിയം കർത്താവിൻ്റെ ദാസിയാണ്. മറിയം യേശുവിൻ്റെ അമ്മയാണ്, എന്നാൽ ദൈവത്തിൻ്റെ അമ്മയല്ല. സൃഷ്ടാവായ ദൈവത്തിന് മാതാവില്ല എന്നതാണ് വാസ്തവം. യേശുവിൻ്റെ മനുഷ്യത്വത്തിന് പിതാവോ ദൈവത്വത്തിന് മാതാവോ ഇല്ല. ബൈബിൾ ഒരിടത്തും മറിയത്തെ ദൈവത്തിൻ്റെ അമ്മ എന്ന് വിളിക്കുന്നില്ല. കാരണം ദൈവത്തിന് അമ്മയില്ല. അതുകൊണ്ട് ബൈബിൾ മറിയത്തെ യേശുവിൻ്റെ അമ്മ എന്ന് ശരിയായി തന്നെ വിളിക്കുന്നു. യേശു ദൈവമാണ്. യേശുവിൻ്റെ ദൈവത്വത്തിന് ആരംഭവുമില്ല, അമ്മയുമില്ല. എന്നാൽ യേശുവിൻ്റെ മനുഷ്യ ജഡത്തിന് ആരംഭമുണ്ട്. യേശു മറിയത്തിൽ നിന്ന് മനുഷ്യ ജഡമെടുത്തു. എന്നാൽ അവിടുന്ന് എനിക്കായി ഒരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നുവെന്ന് എബ്രായ ലേഖനം 10ാം അധ്യായത്തിൽ നാം വായിക്കുന്നില്ലേ? യേശുവിൻ്റെ മനുഷ്യ ശരീരം സജ്ജമാക്കി കൊടുത്തത് പിതാവായ ദൈവമായിരുന്നു. മറിയം സ്വയം ദാസിയെന്നും അനുഗ്രഹീത എന്നുമാണ് വിശേഷിപ്പിച്ചത്, ദൈവമാതാവ് എന്നല്ല. ദൈവം മനുഷ്യ ശരീരം സ്വീകരിക്കാൻ ഉപയോഗിച്ച ഒരു ഉപാധിയായിരുന്നു മറിയം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ ആ പദ്ധതിക്ക് മറിയം ഒരു ദാസിയെ പോലെ കീഴ്വഴങ്ങി. അല്ലാതെ താൻ ദൈവത്തിൻ്റെ അമ്മയാണെന്നോ അങ്ങനെ തനിക്ക് എല്ലാവരുടെയും മേൽ അധികാരവും സ്വാധീനവും ശക്തിയുമുണ്ട് എന്നോ ഒന്നും മറിയം വിചാരിച്ചിട്ടില്ല. മറിയം ദൈവത്തിൻ്റെ മാതാവല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദാസിയാണ്. ബൈബിളിലെ യേശുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയം ദൈവമോ ദൈവത്തിൻ്റെ അമ്മയോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. മറിയം തന്നെപ്പറ്റി തന്നെ പറയുന്നത് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ദാസി എന്നാണ്, ഭാഗ്യവതി എന്നാണ്.
മറിയം മാത്രമല്ല, യേശുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെല്ലാവരും ഭാഗ്യമുള്ളവരാണ്. ഇതേപ്പറ്റി 1-ാം സങ്കീർത്തനവും 32-ാം സങ്കീർത്തനവും ഒക്കെ വായിക്കുക. കർത്താവിൽ വിശ്വസിക്കുന്നവരെല്ലാം ഭാഗ്യമുള്ളവരാണ്. അപ്പോൾ യേശുവിൻ്റെ അമ്മയായ മറിയം കർത്താവിൻ്റെ ദാസിയാണ്, ദൈവമാതാവല്ല. യേശുവിൻ്റെ അമ്മയായ മറിയത്തിന് ദൈവവചനമായ ബൈബിൾ നൽകുന്ന സ്ഥാനപ്പേര് കർത്താവിൻ്റെ ദാസി എന്നാണ്. അല്ലാതെ ദൈവമാതാവെന്നോ പരിശുദ്ധ അമ്മ എന്നോ നിത്യകന്യകയെന്നോ ഒന്നുമല്ല. ഇതെല്ലാം മനുഷ്യൻ കൊടുത്ത ചില സ്ഥാനപ്പേരുകളാണ്. മറിയം യേശുവിൻ്റെ മാനുഷികതയുടെ അമ്മയാണെങ്കിലും ദൈവികതയുടെ അമ്മയല്ല. യേശുവിൻ്റെ മാനുഷികതയ്ക്ക് പിതാവില്ല, യേശുവിൻ്റെ ദൈവികതയ്ക്ക് മാതാവില്ല. അതിനാൽ ദൈവമാതാവ് എന്ന സങ്കല്പം തികച്ചും തെറ്റാണ്, വചനവിരുദ്ധമാണ്, അപകടമാണ്. ബൈബിളിലെ യഥാർത്ഥ മറിയം സ്തുതികൾ ആഗ്രഹിച്ച് സ്വീകരിക്കുകയോ തനിക്ക് ലഭിച്ച ഭാഗ്യത്തിൽ അഹങ്കരിക്കുകയോ ചെയ്ത വ്യക്തിയല്ല. കർത്താവിൻ്റെ ദാസിയാകാനുള്ള വിളിയും ദൗത്യവുമായിരുന്നു മറിയത്തിന് ലഭിച്ചത്. അതിൽ മറിയം സംതൃപ്തയായിരുന്നു. കർത്താവിൻ്റെ ദാസി എന്നതിനേക്കാൾ ഉയർന്ന സ്ഥാനമൊന്നും മറിയം ആഗ്രഹിച്ചിട്ടില്ല. അതിനാൽ അത്തരം സ്ഥാനങ്ങൾ മറിയത്തിന് കൊടുക്കാതിരിക്കുന്നതാണ് സത്യസന്ധതയും മാന്യതയും സുരക്ഷിതവും. അതുപോലെ തന്നെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരും ദൈവവചനപ്രകാരം കർത്താവിൻ്റെ ദാസറാണ് എന്നാണ് അറിയപ്പെടേണ്ടത്. അങ്ങനെയാണ് അവർ വിളിക്കപ്പെടേണ്ടത്. വചനവിരുദ്ധമായ സ്ഥാനപ്പേരുകൾ സ്വീകരിക്കുന്നതും കൊടുക്കുന്നതും വിളിക്കുന്നതും എല്ലാം തിന്മയാണ്. അത് സ്വയം ഉയർത്തുന്നതിനും അഹങ്കാരത്തിനും വഴിതെറ്റിപ്പോകലിനും സാത്താനിക സ്വാധീനം ജനജീവിതത്തിൽ വളരുന്നതിനും മാത്രമേ ഉപകരിക്കൂ. അനുസരണക്കേടാണ്, ദൈവത്തോട് എതിരായുള്ള ഒരു വിപ്ലവമാണ് അവിടെ നടക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല പലപ്പോഴും. അപ്പോൾ മറിയത്തെ നമുക്ക് അനുകരിക്കാം, പക്ഷേ വന്ദിച്ച് പുകഴ്ത്തി പ്രാർത്ഥിച്ച് ആരാധിക്കുവാൻ പാടില്ല. ക്രിസ്തീയ വിശ്വാസികൾ അനുകരിക്കണം എന്ന് പുതിയ നിയമം വ്യക്തമാക്കി തരുന്ന 2 വ്യക്തിത്വങ്ങൾ യേശുവും പൗലോസും മാത്രമാണ്. യേശുവിനെയാണ് പ്രഥമമായും ക്രിസ്ത്യാനികൾ വിശ്വസിക്കേണ്ടതും അനുകരിക്കേണ്ടതും, മറിയത്തെ അല്ല. എന്നാൽ യേശുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയവും നമുക്ക് മാതൃകയാണ്. മറിയത്തിൻ്റെ വ്യക്തിത്വവും മറിയത്തിന് വിശ്വാസികളുടെ സമൂഹത്തോടുണ്ടായിരുന്ന വിധേയത്വവും അനുകരണീയമാണ്. മറിയത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് വിശ്വാസികളായ നമുക്ക് അനുകരിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ദൈവത്തിന് ഉപയോഗിക്കാൻ തക്ക വിധത്തിൽ മറിയം സ്വയം ഒരുക്കിക്കൊണ്ടിരുന്നു. മറിയം ദൈവഹിതത്തോട് വിധേയത്വമുള്ള ആളായിരുന്നു. മറിയം പ്രതികൂല സാഹചര്യങ്ങളെപ്പോലും ദൈവമഹത്വത്തിനായുള്ള അവസരമാക്കി തീർത്തു. മറിയം ദൈവഹിതത്തിന് സ്വയം പരിപൂർണമായി ഏൽപ്പിച്ചു കൊടുത്തു. നാമും നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം ദൈവത്തിൻ്റെ ഹിതത്തിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരായിരിക്കണം. മറിയത്തിന് ആഴമായ വിശ്വാസവും പ്രതീക്ഷയും ഉണ്ടായിരുന്നു. അതിനാൽ മറിയം വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തിനായി പ്രത്യാശയോടെ കാത്തിരുന്നു. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ച് അവൾ ഭാഗ്യവതിയായി എന്നാണ് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം കാണുന്നത്. സ്ത്രീകളിൽ അനുഗ്രഹീത എന്ന് ദൂതൻ പറഞ്ഞപ്പോഴും മറിയം എളിമയോടെ സ്വയം ദാസിയായി അംഗീകരിക്കുകയും യേശുവിൻ്റെ കർത്തൃത്വം സ്വീകരിക്കുകയും ചെയ്തുവെന്ന് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അപ്പോൾ മറിയം ദൈവവചനം അനുസരിച്ചു, യേശുവിനെ സ്വീകരിക്കുകയും ലോകത്തിന് നൽകുകയും ചെയ്തു. യേശുവിനെ പ്രതി അപമാനവും കഷ്ടങ്ങളും സഹിച്ചു. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഒതുങ്ങി ജീവിച്ചു. മറിയം വളരെയധികം സേവന സന്നദ്ധതയുള്ള ആളായിരുന്നു. എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ 3 മാസത്തോളം അവളോടുകൂടെ താമസിച്ചു. മറിയം യേശുവിന് വേണ്ടി അന്വേഷണം നടത്തി. വൈകിയാണെങ്കിലും യേശു കൂടെയില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ യേശുവിനായി അന്വേഷിച്ചു. യേശുവിലേക്ക് തിരിച്ചുപോയി പരാജയത്തിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. പ്രതിസന്ധികളിൽ എല്ലാം സമചിത്തതയോടെ ക്ഷമിച്ചു, സഹിച്ചു. തൻ്റെ പുത്രനെ കൊന്നവർക്കെതിരെ ഒരു വാക്കുപോലും ഉരിയാടിയില്ല. ശിഷ്യരുമൊത്ത് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. ഇങ്ങനെ വിശ്വാസികൾക്ക് മാതൃകയായ യേശുവിൻ്റെ അമ്മയായ യഥാർത്ഥ ചരിത്രത്തിലെ മറിയത്തെ അനുകരിക്കുന്നത് നല്ലതാണ്. എന്നാൽ പുകഴ്ത്താനും വന്ദിക്കാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ദൈവപ്രമാണമില്ല, സാധ്യതകളില്ല എന്ന് നാം മനസ്സിലാക്കണം. നാം മറിയത്തെ അനുസ്മരിക്കുന്നത് മറിയത്തിൻ്റെ ഇത്തരം നല്ല ഗുണങ്ങൾ അനുകരിക്കുന്നതിനായിരിക്കണം, അല്ലാതെ മറിയത്തെ പുകഴ്ത്തുന്നതിനോ ആരാധിക്കുന്നതിനോ ആയിരിക്കരുത് ഒരിക്കലും.